ഹലോ, ഹായ്. ഉം, ഇത് കാരണം ആർക്കും ഇതൊരു പുതിയ ന്യൂസ് അല്ല ഞാനിന്ന് വന്നിട്ടുള്ളത്. കാരണം ഈ 2023 ഒക്ടോബർ മുതലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇസ്രായേല് ഗാസയിൽ ആക്രമണം നടത്തി. അവിടെയുള്ള അവർ പറഞ്ഞൊരു കാര്യം, ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കയറി നിരങ്ങി. കാരണം ഇഞ്ചിഞ്ചായിട്ട് കുട്ടികളെന്നില്ല, സ്ത്രീകളെന്നില്ല, ആരോഗ്യ പ്രവർത്തകരെന്നില്ല, എല്ലാവരും ഇഞ്ചിഞ്ചായിട്ടാണ് അവര്. കാരണം എയർ സ്ട്രൈക്ക്, പിന്നെ ടാങ്കറുകൾ കയറി അവിടെ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കണം. അവരെപ്പോഴും പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗാസയിൽ ഞങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന്. എന്നിട്ട് അവിടെ മരിച്ചു വീഴുന്നവരിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ആരോഗ്യ പ്രവർത്തകർ വരെ. ഇപ്പോൾ പുതുതായിട്ട് അവിടുന്ന് കിട്ടിയൊരു അറിയിപ്പ് വെച്ചിട്ട് 48 മണിക്കൂറിനുള്ളിൽ അവിടെ എത്രയോ 10,000-കണക്കിന് കുട്ടികളും സ്ത്രീകളും പട്ടിണി കൊണ്ടും ആരോഗ്യസ്ഥിതി കാരണം അവർ മരുന്ന് നിർത്തി, ഭക്ഷണം നിർത്തി. കാരണം ഇഞ്ചിഞ്ചായിട്ട് അവർക്ക് വേണ്ടത് മറ്റോ ടീമിനെയാണ്, ഹമാസിനെയാണ്. പക്ഷെ എന്തിനവർ ഗാസയിലെ പാവജനങ്ങളെയും ബാക്കിയുള്ള ആൾക്കാരെയും കുട്ടികളെ അവർ വേണ്ടെന്ന് വെച്ചിട്ട് അവരെ കൊന്നുകൊണ്ടിരിക്കുന്നു ഇഞ്ചിഞ്ചായിട്ട് ഓരോ നിമിഷവും ഇപ്പോഴും. കാരണം ഇത് നെതന്യാഹുവിൻ്റെ ചോരക്കുതിയാണോ അതോ വംശഹത്യയാണോ ഉദ്ദേശിക്കുന്നത്? ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് മുസ്ലിങ്ങൾ കാരണം ഇസ്ലാമായി പിറന്നതിൻ്റെ പേരിൽ ഇനി അവരെ കൊന്നൊടുക്കുകയാണോ അതോ ഹമാസിനെയാണോ? കാരണം എൻ്റെ അറിവിൽ അവിടെ മരിച്ചു വീണവരിൽ 95% അവിടുത്തെ ഗാസയിലെ ജനങ്ങളും കുട്ടികളുമാണ്. എന്തിനു ഹോസ്പിറ്റലിൽ വിടുന്നില്ല, കുട്ടികളെ വിടുന്നില്ല? എന്തിന് ആംബുലൻസ് പോയാൽ പോലും അതിനെ അവർ തകർത്ത് കളയുകയാണ്. കാരണം അവർക്ക് റീച്ച് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലോ അതോ വേറെ ഹോസ്പിറ്റലില്ല. പിന്നെ അവർക്ക് ഭക്ഷണം ഇതൊക്കെ അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം UN ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാരണം ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ അത്യാവശ്യ സഹായ സഹകരണങ്ങൾ എത്തിച്ചില്ലെങ്കിൽ അവിടെ മരണങ്ങൾ ഒരുപാട് നടക്കും. ഇപ്പം ഇവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല് മാത്രമല്ല, ഇനി പട്ടിണി കിടന്നിട്ടും ആരോഗ്യസ്ഥിതി മോശമായിട്ടുമാണ് അവിടെ ഇപ്പോൾ ഇഞ്ചിഞ്ചായിട്ട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വന്ന് 2-3 കമൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നൊരു കാര്യം, പരസ്യമായിട്ട് ഞങ്ങൾ യുദ്ധത്തിനെതിരാണെന്ന് പറയുമെങ്കിലും ഇസ്രായേലിൻ്റെ ചങ്കായിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ US അവിടുത്തെ മെയിൻ ആള് ട്രംപാണ്. കാരണം ഇപ്പോൾ ആരൊക്കെ എതിരായിട്ട് വന്നു ഇസ്രായേലിന്, അതായത് അത് ചെയ്യരുത്, അവരെ ദ്രോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇസ്രായേലിന് ആയുധങ്ങളൊക്കെ എത്തിക്കണത്. ഈജിപ്റ്റൊക്കെ അവർക്ക് ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ടാങ്കറുകൾ വെയിറ്റ് ചെയ്യാണ് അതിർത്തിയിൽ. കാരണം അവർക്ക് ഗാസയിലേക്ക് കടന്ന് ഇതൊന്നും ഫുഡാണെങ്കിലും മരുന്നാണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇസ്രായേലി സേന അവരൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വേണ്ട, ഒരാളും സഹായിക്കണ്ട, ഹമാസോളികളെ ഞങ്ങൾ കൊല്ലും. പക്ഷെ ഇന്ന് ആരെയും ദ്രോഹിക്കുന്ന മുസ്ലിംസിനെയാണ്. ഞാൻ അതാണ് ചിന്തിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രത്തലവൻ എത്രത്തോളം ചോര കൊതിയനാവാൻ പറ്റും, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നെതന്യാഹു എന്ന് ഞാൻ പറയും. നെതന്യാഹു മാത്രമല്ല, ഒരുപാട് പേരുണ്ടാവും. കാരണം ഈ യുദ്ധം ഒന്നിനും നല്ലതല്ല. ഞാൻ മുമ്പ് വന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമൻസ് കാണിക്കാട്ടോ. ഇടയിൽ വന്ന എന്താണ് ഒരുത്തൻ്റെ സംശയം, അവൻ്റെ പേരില്ല, ഒരു സംശയം, കൊല്ലപ്പെടാൻ പോകുന്ന ജനതയ്ക്ക് എന്തിനാ ഭക്ഷണം? അത് ആവശ്യപ്പെടുന്നതിൽ ദുരൂഹതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ജനതയ്ക്ക് വേണ്ട ഭക്ഷണവും മരുന്നുകളും എത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ രാഷ്ട്രങ്ങളാണെങ്കിൽ ആരാണെങ്കിലും സഹായം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അഭ്യർത്ഥിക്കുക. കാരണം ഒരു അമ്മയ്ക്ക്, ഇപ്പോൾ മുലയൂട്ടുന്ന ഒരു അമ്മയ്ക്ക്
അതിൻ്റെ അവരെ കുട്ടിക്കുള്ള ഭക്ഷണമെങ്കിലും വേണം, അവർക്കില്ലെങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർ ചോദിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയണു, ഹമാസോളികളെ കൊല്ലണമെങ്കിൽ എന്തിനു പാവം മുസ്ലിംസിനെ? അവർ പറയുന്നത് അവർക്ക് ഗസ മൊത്തമായിട്ട് കയ്യിലാക്കണം, അതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു ജനത ആവശ്യപ്പെടുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിന്മേലാണ് ഒരു ചോരക്കൊതിയനായ ഒരു ഗവൺമെൻറ്റും സൈനികരും കയറി നിരങ്ങുന്നത്. ഞാൻ ഒരെണ്ണം വായിച്ചല്ലോ, ഒരു സംശയം, കൊല്ലപ്പെടാൻ പോകുന്ന ജനതയ്ക്ക് എന്തിനാ ഭക്ഷണം? അതായത് അവർ കുറേ ആൾക്കാർ, ഇതൊക്കെ കമൻറ്റ് മലയാളത്തിലാണ്, നമ്മളെ നാട്ടുകാരാണ്. കാരണം അവർ വിചാരിക്കുന്നത് അവർ ചാവാൻ പോണവരില്ല, അവർക്ക് എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് എന്തിനാ മരുന്ന് കൊടുക്കുന്നത്. അതായത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കും ഈ വർഗീയത, കാരണം കൊല്ലപ്പെടുന്ന മുസ്ലിംസാണ്, ഇസ്ലാമാണ്. അതിൻ്റെ പേരിൽ അവരോട് കലിപ്പുണ്ടാക്കിയിട്ട് എന്തിനാണ് മനസ്സിൽ വെക്കണമെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയില്ല. അടുത്ത കമൻറ്റ് ഞാൻ കാണിക്കാം. അടുത്തോൻ്റെ പേരുണ്ട് കേട്ടോ, റോഹൻ. നെതന്യാഹു അണ്ണ ഇതൊന്നും പോരാ, ഗാസ പൊളിച്ചടക്കണം. അപ്പം മനസ്സിലായോ, ഗാസ പൊളിച്ചടക്കണം. അതായത് ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരുടെയും വിചാരം, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന നപുംസകങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ ഒക്കെ ആവശ്യം എന്താ വെച്ചാൽ ഗാസ പൊളിച്ചടക്കി അവിടെയുള്ള ആൾക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. റോഹൻ ഒന്ന് ചിന്തിക്കണം. റോഹന്റെ വീട്ടിലും അമ്മ ഉണ്ട്, പെങ്ങന്മാരുണ്ട്, കുടുംബക്കാരുണ്ട്. അവർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ എതിരുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അനുഭവിക്കട്ടെ എന്നൊരു മനസ്സിൽ, കാരണം കർമ്മ എന്നൊരു സംഗതി ഉണ്ട്. മനസ്സിൽ എന്ത് വിചാരിക്കുന്നു അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും തനിക്കല്ലെങ്കിൽ തൻ്റെ ഫാമിലിക്ക് അത് ഏൽക്കും. കാരണം ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശാപം എവിടെ കൊണ്ടേ തലയിൽ വെക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്കറിയില്ല ഇതൊക്കെ എവിടെ പോയിട്ട് അവസാനിക്കും എന്നുള്ളതും. കുറച്ച് ഡീറ്റെയിൽസും കൂടി കാണിക്കാനുണ്ട്. നെതന്യാഹു, ട്രംപ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ, പിന്നെ കുറച്ച് ടാങ്കർ, അതായത് ടാങ്കറുകൾ അവർ ഗാസയിൽ ഓരോ ഭാഗത്തേക്ക് കയറിയിട്ട് അവർ കീഴടക്കിയിട്ട് അവിടെ ഇസ്രായേൽ പതാക നാട്ടുകയാണ്. അതായത് ആ ജനത എന്താണ് ആവശ്യപ്പെട്ടത്, അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ഒരു രാജ്യം കീഴടക്കാം എന്ന് കരുതി ആ രാജ്യത്തെ ആൾക്കാർ വേണ്ടേ നിങ്ങൾ ചെല്ലുമ്പോൾ? കാരണം നിങ്ങൾ അവിടെ ആക്രമിച്ചു, അവിടെ മൊത്തം കീഴടക്കി, അവിടെ കൊടി വെച്ച് എല്ലാം ചെയ്തു. അവിടെ കുട്ടികൾ വേണ്ടേ, സ്ത്രീകൾ വേണ്ടേ? നാളത്തെ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പുരുഷന്മാർ വേണ്ടേ? പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ഈ കൊല്ലുന്ന ഇപ്പോൾ ഭക്ഷണം കൊടുക്കാണ്ടും മരുന്ന് കൊടുക്കാണ്ടും നിങ്ങൾ കൊല്ലുന്ന കുട്ടികൾ നാളെ വളർന്നു വരുന്ന തലമുറയാണ്. 100 പേരെ നിങ്ങൾ കൊന്നാൻ അതിലൊരു 20 പേര് ജീവിച്ചിരുന്നാൽ അവരാലോചിക്കുന്നത് ഈ ചോര കൊതിയന്മാരായ ഇസ്രായേൽ എന്ന പേരിലാണ് നിങ്ങൾ അറിയപ്പെടുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായമാണ്, യുദ്ധം വേണ്ട, അത് എങ്ങനെ വന്നാലും നാശത്തിലേക്കാണ്. അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും കൊടുക്കും നിങ്ങൾ. പിന്നെന്താണ്, ഞാനൊരു കണക്ക് പറയാട്ടോ. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ തുടങ്ങിയത്. അതായത് ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു വംശഹത്യ, അതായത് ഒരു മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാരും കുട്ടികളൊക്കെ കൊന്നൊടുക്കാനുള്ള ഗസയിലേക്കുള്ള അതിക്രമം അത് തുടങ്ങിയത് 2023 ഹമാസിനെ ഇല്ലാതാക്കാൻ. ഇപ്പൊ തന്നെ 50,000-ന് മുകളിൽ ആൾക്കാർ മരിച്ചേക്കണ്. ഇപ്പൊ ക്ലോസ് ടു 1 lakh കടന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ കണക്കുകൾ നമ്മളുടെ അറിവിലുള്ള 50,000-ന് മുകളിലാണ്. പിന്നെ ആരോഗ്യ പ്രവർത്തകര്, കുട്ടികള്, സ്ത്രീകള് 65%. അത് ജസ്റ്റ് ഒരു കണക്ക് മാത്രം. അപ്പൊ നമുക്കറിയാം ഒരു 85-90% ആൾക്കാർ ഓൾറെഡി പോയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നെ ഇതിനെതിരായിട്ട്, യുദ്ധത്തിനെതിരായിട്ട് ഒരുപാട് പേര് വന്നു. കാരണം അവിടെയുള്ള മനുഷ്യന്മാരാലോചിച്ചിട്ട് മാത്രം നെതന്യാഹു മതി, അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിട് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു. പക്ഷേ ഇതിൽ പകുതിയോളം ആൾക്കാരാണ് ഇസ്രായേലിന് വേണ്ട ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. വേറെ രാജ്യങ്ങൾ ഫുഡ് കൊടുക്കാം. ഇപ്പൊ UN ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡേ ബൈ ഡേ.
അവരൊക്കെ വന്നെങ്കിലും ഇവരൊക്കെ അവിടെ ബോർഡറിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ വേണ്ട, പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന്. മിസ്റ്റർ നെതന്യാഹു, ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് പോയിട്ട് ഒളിപ്പിച്ച് വെക്കുകയല്ല, മറച്ചു വെക്കുക. കാരണം എത്രത്തോളം നിങ്ങൾ മറച്ചു വെക്കും. ഓരോ മിനിറ്റിലും കൊല്ലപ്പെടുന്ന ഓരോ ജനതയ്ക്കും നിങ്ങൾ എന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ശരി, വേറെ ഏത് രാജ്യത്താണെങ്കിലും ശരി, മരിക്കുന്നത് മുസ്ലിം ആണെങ്കിൽ സന്തോഷിക്കുന്ന ഒരു ജനസമൂഹം വേറെയുണ്ട്. ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നാളെ കീഴടക്കും ഗാസ. കാരണം ഇങ്ങനെ പട്ടിണി കിട്ട് കൊല്ല ചെയ്ത് ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കിയാൽ ഗാസ നിങ്ങൾ കീഴടക്കും. നിങ്ങൾ ഇല്ലാതാക്കുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നു, ഹമാസിനെ അല്ല, നിങ്ങൾ ഇല്ലാതാക്കുന്നത് മുസ്ലിംസിനെ, അവിടുത്തെ ജനങ്ങളെയാണ്. ഇത് ആരുമില്ലാത്ത ഒരു രാജ്യം, ഒരു സ്ഥലം കീഴടക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? യുദ്ധം ഒന്നിനും ഒരു യുദ്ധമാണോ? അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം ഒന്നിനും നല്ലതല്ല. അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കുകയാണ് നല്ലത്. ഇപ്പൊ പറയണം, അവിടെ പിടിക്കപ്പെട്ട ബന്ദികളെ വിട്ടുകിട്ടാണ് ഞങ്ങൾ വെടിനിർത്തൽ. കാരണം വെടിനിർത്തൽ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ അലമ്പോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർ സ്ട്രൈക്കിൽ ആൾക്കാർ ഡേ ബൈ ഡേ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ പറയാനുള്ള വേറൊന്നുമല്ല, നെതന്യാഹുവിനോടും ചോരക്കൊതിയന്മാരെ ബാക്കി ആൾക്കാരോടും കമ്മറ്റിട്ട് മുസ്ലിംസിൻ്റെ മരണത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം കണ്ടുകൊണ്ടൊരു ജനത വളർന്നു വരുന്നുണ്ട്. പിന്നെ കർമ്മ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, കർമ്മ എന്നൊരു സംഗതി ഉണ്ട്. നമ്മൾ എന്താണോ ഇന്ന് ചെയ്തത്, നാളെയോ മറ്റന്നാളോ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളും നമ്മളുടെ നമ്മളുടെ ഗവൺമെൻറ് തെറ്റി വരുന്നുണ്ട്. നമ്മുടെ കുടുംബക്കാരും അതിലുണ്ടാവുന്ന കുട്ടികളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, പലസ്തീനിലെ കുട്ടികളുടെ ചിരി കാണാതെ അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന്. അതായത് പലസ്തീൻ ജനതയ്ക്ക് ജയം തന്നെയാണ് പറയണത്. പക്ഷെ ഹമാസ് എന്നതിൻ്റെ പേരിൽ നെതന്യാഹു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിംസിനെയാണ്, ഇസ്ലാമിനെയാണ്. അവരെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗസയിലേക്ക് വേണ്ട ഭക്ഷണവും മരുന്നുകളും നിർത്തലാക്കിയാൽ ഹമാസ് ആണോ മരിക്കുന്നത്? അല്ല, മുസ്ലിങ്ങളാണ് മരിക്കുന്നത്. ഹമാസോളികളെ അങ്ങനെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഹമാസോളികളാണ്. ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലൊരവസ്ഥ നിങ്ങൾക്കും ഇസ്രായേലിലും വരുമ്പോഴേ അവരെ മൂടി താങ്ങി നിൽക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സിലാവുള്ളൂ. ഡേ ബൈ ഡേ ആൾക്കാർ മരിക്കുന്നുണ്ട്, സങ്കടമുണ്ട്. പിന്നെന്താ, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോസ്റ്റർ കാണിക്കാം. കാരണം 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ കുട്ടികളുടെ എണ്ണം എത്ര പേര് മരിക്കും? പട്ടിണി കിടന്നിട്ടാണ്, അവർക്ക് ആഹാരം ഇല്ലാഞ്ഞിട്ടാണ്. ബാക്കി ഈ നാറികൾ കൊല്ലുന്നുണ്ട്, കൊല വിളിക്കുന്നുണ്ട്, സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഗാസ, പുഞ്ചിരിക്കുന്ന ഒരു ഗാസയ്ക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നൊന്ന് ഹമാസോളി ആക്കരുത്. ഞാൻ പൊതുവെ യുദ്ധത്തിനെതിരാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്കൊപ്പാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്താ, ഇതൊക്കെ ഉള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, അത്ര നല്ല ഹാപ്പി അല്ല. ഇതുപോലൊരവസ്ഥ വേറൊരു രാജ്യത്തിനും വേറൊരു സ്ഥലത്തിനും വരാതിരിക്കട്ടെ. അത്രയേ ഉള്ളൂ. ബൈ.